ഗൈസ് അങ്ങനെ നമ്മൾ വീണ്ടും നമ്മുടെ പ്ലോട്ടിൽ എത്തിയേക്കാണ്. അപ്പോൾ അതിവിടെ കുറച്ചുകൂടി ഒന്ന് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. അവിടെ അൽശ്ശേരി ഫോട്ടോ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഇതേ ഇവിടെ നമ്മുടെ പ്ലോട്ടിലിൻ്റെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെ വീട് പണിയിൽ ഇവിടെ കല്ലടിച്ചിട്ടുണ്ട്. ഇതേ പാറക്കല്ല് വന്നിട്ടുണ്ട്. അപ്പോൾ 3 ലോഡെങ്ങാണ്ടാണ് വന്നു എന്ന് പറഞ്ഞത്. അപ്പോൾ പാറക്കല്ല് ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് അവിടെ ഒരു തെങ്ങിൻ്റെ കുറ്റി ഉണ്ടായിരുന്നു. ആ കുറ്റി അപ്പച്ചൻ ചേട്ടനും കൂടി പറിച്ചു. അയ്യോ എന്തിനു ചന്തമായി എൻ്റെ പിള്ളക്ക്, എൻ്റെ പൊന്നോ നാണം വരാണ് എൻ്റെ മോന്. അപ്പോൾ അതേ അവിടെ തെങ്ങിൻ്റെ ഒരു ഞാൻ പറഞ്ഞില്ല കുറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ അത് പറിച്ചു അപ്പച്ചൻ പാവം കഷ്ടപ്പെട്ട് ഒത്തിരി അത് പറിച്ച് റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് അവിടെ കിണറിൻ്റെ പരിപാടിയാണ് കേട്ടോ. അയ്യോ താഴെ ഇറങ്ങല്ലേ അവിടേക്ക് അവനിതേ തറയിൽ ഇറങ്ങണമെന്ന് പറഞ്ഞ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ചേട്ടൻ കാറിൽ നിന്ന് എല്ലാ സാധനവും ഇറക്കി വെക്കുകയാണ്. ഹോസ്, മോട്ടർ, അതുപോലെ തന്നെ ലോക്ക് ഇതെല്ലാം ഇറക്കി വെക്കുകയാണ്. കാരണം റോട്ടിൽ കാർ ഇടാനായിട്ട് പറ്റില്ല, എപ്പോഴും വണ്ടികൾ വരണാനെ നമുക്ക് അവിടെ ഇടാൻ പറ്റില്ല. അപ്പോൾ എല്ലാ സാധനങ്ങളും ഇറക്കി വെച്ചിട്ട് കുറച്ച് കാർ അങ്ങോട്ടേക്ക് നീക്കി ഇടണം. അപ്പോൾ അതേ ഇരിക്കുന്ന കേട്ടോ നമ്മുടെ മോട്ടർ വെള്ളത്തിൽ, അതായത് കിണറിൽ ഇറങ്ങി കിടക്കുന്ന ടൈപ്പ് മോട്ടറാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ മോട്ടർ എങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നതെന്നൊക്കെ നോക്കാം കേട്ടോ. പോളു എന്തെന്നാ കാണിച്ചോണ്ടിരിക്കണേ? അവിടെ പോളു ഇവിടെ പൈപ്പിലൂടെ ഓതിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ ഹോസിൽ പുതിയ ഹോസാണ്. അപ്പൊ അത് ഊതിക്കൊണ്ട് നിൽക്കുകയാണ് ഒരാള്. അവിടെ ചേട്ടനാണ് ഈ കറണ്ടിന്റെ കാര്യങ്ങളൊക്കെ നോക്കാണോ എങ്ങനെയാണെന്നൊക്കെ അവിടെ പാപ്പനെ വിളിക്കുന്നുണ്ട്. അപ്പച്ചനും ചേട്ടനും കൂടി തന്നെയാണ് കേട്ടോ മോട്ടർ ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇലക്ട്രീഷ്യനൊന്നും വിളിച്ചില്ല. അപ്പച്ചൻ മോട്ടറിൻ്റെ കാര്യങ്ങളൊക്കെ അപ്പച്ചൻ അറിയാൻ നന്നായിട്ട്. അപ്പം അതുകൊണ്ട് അപ്പച്ചനും ചേട്ടനും കൂടിയാണ് നമ്മുടെ മോട്ടർ ഫിറ്റ് ചെയ്യുന്നത് കേട്ടോ. കിണറിൻ്റെ ഇതെല്ലാം മാറ്റിയിട്ടുണ്ട്. ഷീറ്റെല്ലാം ഇട്ടേക്കാതായിരുന്നു. നമ്മൾ ഗ്രില്ലിട്ടതൊക്കെ ഞാൻ കാണിച്ചിരുന്നു. അപ്പോൾ അതെല്ലാം മാറ്റി വെച്ചേക്കാണ്. ശരിക്കും പറഞ്ഞാൽ അപ്പുറത്തെ വശത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കിണറിൻ്റെ ബാക്കി റിങ്ങും കൂടി കാണാനായിട്ട് സാധിക്കും കേട്ടോ. നമ്മുടെ അടുക്കള വശത്താണ് നമ്മുടെ കിണർ നിൽക്കുന്നത്. അപ്പോൾ ഫിറ്റിങ്സ് എല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ മോട്ടറിനെ കിണറിലോട്ട് ഇറക്കാനായിട്ട് പോവാണ്. അപ്പോൾ അതേ കയറിൽ കെട്ടിയിട്ടുണ്ട് മോട്ടർ. അപ്പോൾ ഇനിയിപ്പോൾ താഴേക്ക് ഇറക്കാൻ പോവാണ്. നമുക്ക് ആകെ കുറച്ച് സ്ഥലമല്ലേ ഉള്ളൂ. അപ്പോൾ ആ സ്ഥലത്ത് ഇനി മോട്ടറും കൂടി വെച്ച് കഴിഞ്ഞാൽ അത്രയും കൂടി കുറച്ച് സ്ഥലം കൂടി പോവുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ കിണറിൽ തന്നെ ഇറക്കി വെക്കുന്ന ടൈപ്പ് മോട്ടർ നമ്മൾ വാങ്ങിച്ചത്. അപ്പോൾ അതേ ചേട്ടനും അപ്പച്ചനും കൂടി ഇറക്കാണ്. ഇവിടെയാണ് ഈ അലക്സ് ഭയങ്കര ഒച്ചപ്പാടാണ് കേട്ടോ. ഞാൻ ഒരു കണക്കിനാണ് ഈ വീഡിയോ പിടിക്കുന്നത്. എന്നെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട നിമിഷങ്ങളാണ് കേട്ടോ ഇതെല്ലാം തന്നെ. നമ്മൾ സ്വന്തമായിട്ടൊരു സ്ഥലം വാങ്ങിച്ച് അവിടെ കിണർ കുത്തി അതിനകത്ത് മോട്ടറൊക്കെ ഫിറ്റ് ചെയ്യുന്നത് എന്താ പറയുക, എന്നെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട എന്താ പറയുക ഒരു സംഭവമാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ കൂട്ടുകാരോട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. ആ ഹോസ് ഗ്രില്ലിൻ്റെ ഇടയിൽ കൂടെ എടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതേ പോളും അതിങ്ങനെ വലിച്ചുകൊണ്ട് അങ്ങ് അറ്റത്തോട്ട് പോകുന്നുണ്ട്. കാരണം നമ്മൾ ആദ്യമേ ചെയ്യേണ്ടതായിരുന്നു, അത് വിട്ടുപോയി. മോട്ടർ താഴേക്ക് ഇറക്കിയതിന് ശേഷമാണ് നമ്മൾ ഓർത്തത്, അല്ലെങ്കിൽ നേരത്തെ ചെയ്യായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ചേട്ടൻ ഒരു കയ്യിൽ മോട്ടർ പിടിച്ചേക്കാണ്, ബാക്കി അപ്പച്ചനും പോളും കൂടിയാണ് ഹോസ് വലിച്ചുകൊണ്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഗൈസ് എല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാനായിട്ട് നമ്മുടെ മാസ്റ്റർ പോളു ഇവിടെ എത്തിയിട്ടുണ്ട്. വന്നു വെള്ളം വന്നു. അപ്പോൾ ഗൈസ് നമ്മുടെ കിണറിലെ ആദ്യത്തെ വെള്ളം അങ്ങനെ നമ്മൾ കരയ്ക്ക് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യത്തെ തെങ്ങിൻ്റെ കുഴിയിലേക്കാണ് ഒഴിക്കുന്നത്. അവിടെയാണ് ഒരു തെങ്ങ് നിന്നിരുന്നത്. അപ്പച്ച കുറ്റിയെല്ലാം പറിച്ച് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ കുഴിയിലേക്കാണ് ഒഴിക്കുന്നത്. ഇവിടെ പോളൂന് സഹിക്കാൻ പറ്റുന്നില്ല വെള്ളം കണ്ടിട്ട്. അവിടേക്ക് ഇറങ്ങി പോണതാണ് ഈ കാണുന്നത്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രേ ഉള്ളൂ കേട്ടോ. ഇനി അടുത്ത വിശേഷമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.